രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആരുണി ആരുണി ആരുണി. ആമിന, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കാണിത്? സിഗ്നലിടാം. എന്താ അത് കന്നിമാസോ പഠിച്ചോലെ? ആമിന, എന്തോ എന്താണ്? ആരാണ്? ഇപ്പൊ വരാ. ഒരേ ആമിനെ വിളിച്ചപ്പോ നാട്ടിലത്തെ എല്ലാ അമ്മീനമാരും ഇറങ്ങി വരികയാണല്ലോ പഠിച്ചോനെ. മജീദ് ഖാൻ വരുന്നുണ്ട്. എവിടെ? ഞാൻ അനക്കൊന്നും തരാതെ നിക്കോ ഇന്റെ ആമിന. ഇതാക്കണേ ഇന്റെ വക അനക്ക് പെരുന്നാക്കോടി. ഹായ്, നല്ല രസമുണ്ട്. പിന്നെ പെറ്റുട്ടോ? ആര് പറ്റൂ? എപ്പ പറ്റൂ? ആമിന ആരും പെറ്റതല്ല. നിങ്ങൾ പുസ്തകത്തിനുള്ളിൽ വെക്കാൻ തന്ന മയിൽപ്പീരില്ലേ, അത് പെറ്റൂന്ന്. പെറ്റത് മയിൽപ്പീരിയല്ലേ? പ്രസവരക്ഷ ഒന്നും വേണ്ടല്ലോ. ഓ, ഇങ്ങോട്ട് നോക്കി. ഞാൻ നിങ്ങളോട് മുണ്ടൂല. എന്താണ്? ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് ഒരു കത്ത് എഴുതിക്കണ്. നിങ്ങൾക്ക് വരട്ടെ മറുപടി തന്നോ? അത് ആമിന, ജിങ്ക് കുറച്ച് സമയം കൂടി തരണം. ഒരു മറുപടി കത്ത് ചെയ്ത് എത്ര സമയമാണ് മജീദ്? അനക്ക് മറുപടി കത്ത് അങ്ങോട്ട് ചെയ്താലുള്ള സമയം അല്ല ഞാൻ ചോദിച്ചത്. ഈ ജിങ്ക് ഇങ്ങോട്ട് എഴുതിയ കത്തൊന്ന് വായിച്ചാലുള്ള സമയമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വായിച്ചാൽ അറിയിച്ചാണത്. ഞാൻ ശരിക്കും തന്നെ എഴുതിയിരിക്കണത്. ഞാൻ വായിച്ചുതരാം. ഞാൻ സാധനം കൊണ്ടുവന്നിക്കണ്. കേട്ടോട്ടോ. എന്റെ പ്രിയപ്പെട്ട കൽബിന്റെ കൽബായ സ്നേഹം നിറഞ്ഞ. എന്തിനാണ് ആമിന ഇത്രയൊക്കെ? സ്നേഹല്ലേ, കുറച്ച് വാരിക്കോരി തന്നതാണ്. അങ്ങനെയല്ലേ? എന്റെ മസിലെ തോമര പൈങ്കിളി. എന്താണ് ഈ തോമര? തോമരൊന്നും അല്ലാതെ പിന്നെ എന്റെ മനസ്സിലെ താമര പൈങ്കിളിയേന്ന്. അതേനില്ലേ? ഓ, ഇങ്ങളെ ഞാൻ മാരാർക്കും വിട്ടുകൊടുക്കൂല. ആരാടി മാരാരി? പിന്നെ നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കൂലാന്ന്. ഓ, ആമിനാക്കിനോട് സ്നേഹമുണ്ട്. നല്ലോണം. എന്റെ ഉമ്മ മിച്ചയും ഉപ്പ പിച്ചയുമാണ് സത്യം. ഈ മച്ചിയും പിച്ചയൊക്കെ എന്താണ്? മച്ചി ഒന്നും നിങ്ങൾക്ക് മലയാളം വായിച്ചാൽ അറിയില്ലെങ്കിൽ അത് പറയും. എന്റെ അമ്മച്ചിയാണ് അപ്പച്ചിയാണ് സത്യം. ഞങ്ങൾ മാത്രം കല്യാണം കഴിച്ചുള്ളൂ. ഞാൻ വായിച്ചോട്ട് കഴിച്ചതാ. അതൊക്കെ പോട്ടെ. ഇതിന്റെ അടിയിൽ മത്തങ്ങന്റെ ഉള്ളിൽ ഒരു വടിയിരിച്ചായ ഒരു സാധനം എന്താണത്? അത് മത്തങ്ങയാണോ? പിന്നെന്താണ്? ഞാൻ ലൗചികത്തിനുള്ളിൽ അമ്പ് കയറ്റി വെച്ചതാണ്. ശരി, നോക്കി. ഇതൊന്നും എടുത്തരുമോ? ജാമ്യക്ക് ഓരോ വണ്ടിയും വില ഉണ്ടാക്കണ്. കത്ത് പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ രക്ഷിച്ചു. അല്ലെ ഇപ്പൊ കജ്ജി കുടുങ്ങി ശ്വാസം മുട്ടി ചത്തിനി ഞാൻ. ഇങ്ങോട്ട് നോക്കി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു ആഗ്രഹം സാധിച്ചു തരങ്ങള്. എന്താണ്? ബുർജ് ഖലീഫ അവിടെ നിന്ന് മലപ്പുറത്ത് കൊണ്ടുവന്നേക്കാനാണോ? അതൊന്നും അല്ല. അപ്പൊ പെന്തകണേക്കാരം. പിന്നെ മജീദാക്ക നല്ല മാഷമാര് കളിയാക്കണമാരി കളിയാക്കല്ലേ. മാഷമാരെന്തിനാണ് കളിയാക്കിയത്? മജീദാക്ക എന്റെ മാഷമാർ എന്നോട് പറയേ, ആമിന എനിക്ക് ഒരു കഴിവില്ലല്ലോന്ന്. ആരാടാ എന്റെ കുട്ടിക്ക് കഴിവില്ലായിരുന്നേ? ഇന്റെ ആമിനാക്ക് നല്ല കഴിവുണ്ട്. നല്ല കഴിവുണ്ട്. അനക്ക് എന്ത് കഴിവുള്ളത് ആമിന? എനിക്ക് കഴിവില്ലേ? പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴേ അത്രയും മാഷമാരെ കണ്ണ് വെട്ടിച്ച് കോപ്പി വെച്ചതിന്റെ കഴിവല്ലേ? കോപ്പി വെച്ചിട്ടുണ്ടാ? പിന്നെന്താ, അന്നത്തെ പരീക്ഷന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ട് മുഴുവന്റെ മേത്ത് കൂടി കാരണം. ശരി. അല്ല അവനെ ഞാൻ ചോദിച്ചിട്ട് ഇതിങ്ങനെ മൊത്തം ഒട്ടിച്ചുമ്പോളേ ഇതിപ്പോ ഏതുത്തരം എവിടെയാണ് എങ്ങനെയാണ് എങ്ങനെ മനസ്സിലാവും? അതിന്റെ ബുദ്ധിയൊക്കെ ആമിനാക്കുണ്ട്. ഞാൻ എഴുതിയേക്കൊണ്ട് സ്വാതന്ത്ര്യ വേര് തമ്പി തള ഒളിച്ചിരിക്കുന്നത് വായിൽ. അതല്ല, അതിന് കോപ്പി പള്ളിയിലുണ്ട്. അങ്ങനെ. പിന്നെ കാപ്പാട് കശത്ത്. മറ്റേ കാപ്പാട് കാലുത്തി ചെങ്ങായി എന്തെങ്കിലും പോലെ പേര് ഓൻ തന്നെ. അതിന്റെ ഉത്തരം കശത്ത് ഇങ്ങനെ എഴുതിയേക്കും ഞാൻ. ഇനി പറയാൻ എനിക്ക് ബുദ്ധിയില്ലേ? നിങ്ങളെ ദുബായി കൊണ്ടുപോകോ? ആമിന, കാപ്പാട് കടപ്പുറം മൊത്തത്തിൽ കച്ചത്തിന്റെ ഉള്ളിൽ വെച്ചെടുക്കണ എന്നെ ഞാൻ എങ്ങനെ ദുബായി കൊണ്ടുപോകാനാണ്? എന്ത് പറഞ്ഞാൽ ഓരോ നൊണ്ടിനായം പറയും. ഇന്ന് വേറെ ചെറിയൊരാഗ്രഹം ഉണ്ട്. പറഞ്ഞോണ്ട്. എന്താണ്? ഞാനൊരു കവിത എഴുതിക്കുന്ന പ്രസിദ്ധീകരിച്ചങ്ങള്. ആമിന, ഈ എഴുതിയ കത്ത് വായിച്ചാൽ ഞാൻ പെട്ട പാടി എനിക്കറിയാം. ഇനി ഒരു കവിത എഴുതിയിട്ട് അത് ഈ നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ച് അടിഞ്ഞാറാക്കണോ എന്റെ ആമിന? അങ്ങോട്ട് മുണ്ടൂലങ്ങളെന്താ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞോണ്ട് പെണങ്ങൽ എന്റെ മൊഞ്ചത്തിയെ. എന്റെ ചെങ്ങായിമാർ എന്നോട് പറയാനേ, നമ്മൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്. എങ്ങനെ? ഇജ് പോത്തിറച്ചി, ഞാൻ നെയ്ച്ചോറും പോലെ.
മജീദാക്ക നമ്മള് പോത്തിറച്ചി എടുത്തോ, നിങ്ങൾക്ക് പോത്തിന്റെ ഒരു ചേരുണ്ട്, ഞാൻ നെയ്ച്ചോറ് എടുക്കാം. എന്താണ് എനിക്ക് ചൊറിയും. എന്റെ വർത്താനം കേൾക്കുമ്പോഴാ? അല്ല, പോത്തിറച്ചി എനിക്ക് അലർജിയാണ്, ചൊറിയും. പോത്തിറച്ചി അലർജി ആണെങ്കിൽ നമ്മൾ തമ്മിൽ ചേരൂ യാമിന. നമുക്കിപ്പോ തൽക്കാലം കോഴിച്ചാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ കോഴിച്ചാറ് ഞാനോ നെയ്ച്ചോറും ചേരും. പിന്നെ ഞാൻ എന്റെ കൂട്ടുകാർക്കാരോട് എന്താ പറയാ പറയല്, നിങ്ങൾ എനിക്ക് ബിരിയാണി കിട്ടിയ അണ്ടിപ്പരിപ്പാണ്. അത് ഈ ഷേപ്പ് കണ്ടിട്ടാണോ ആമിന? അത് നിങ്ങൾക്ക് ഉണ്ട്. അതെന്നാ ബിരിയാണിന്ന് കൊറേ തെരഞ്ഞിട്ടല്ലേ അണ്ടിപ്പരിപ്പ് കിട്ടുക. അതേമാതിരി എനിക്ക് തെരഞ്ഞ് കിട്ടിയതാണ് എനിക്ക് എന്റെ മജീദാക്കാനെ. പക്ഷെ എനിക്കതിന് ഒറ്റ നോട്ടത്തിൽ ആമിന ഇഷ്ടപ്പെട്ടത്. ഈ ബിരിയാണിയിൽ ഞാൻ അണ്ടിപ്പരിപ്പാണെങ്കിലേ ബിരിയാണിത്തെ ഗ്രാമ്പുമാരിയാണ് നമ്മളെ വാപ്പ. അതെന്താ? ഈ അണ്ടിപ്പരിപ്പിന്റെ മുന്തിരിന്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോ അതിന്റെ അടി കയറി ഇങ്ങനെ കൊള കണക്ക് മജീദാക്ക, നമ്മളെ ബിരിയാണിയിൽ പട്ടി ഗ്രാമ്പ് ഏലക്കായി ഒന്നും വേണ്ട. നമ്മളെ ബിരിയാണി അല്ല, നമ്മളെ പ്രണയത്തിന് നിങ്ങൾ ഞാൻ മാത്രം മതി. ഇങ്ങോട്ട് നോക്കി, എനിക്ക് നിങ്ങളെ പെരുത്ത് ഇഷ്ടം മതി. ഇതൊക്കെ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഞാതിപ്പൂക്കതളി വാഴ പൂക്കളിലാകെ തേങ്ങിറഞ്ഞോ. ആരാണ് പാട്ടിനൊന്നും നിർത്തിയ? നല്ല കളിയാണ്. എന്തൊരു നല്ല പാട്ട്. പെരിയല്ല സമാധാനം എന്നാ പങ്ങളും മജീദാക്ക, നിങ്ങൾക്കറിയാം എന്റെ പെരിയിലെന്നും കച്ചറിയാണ്. ഇന്നെ കെട്ടിച്ചു വിട് പറഞ്ഞു കാണ്ടി സമാധാനായിട്ട് ഉറങ്ങിട്ട് എത്രങ്ങാനും ദിവസമായി അറിയാൻ. ആരാമിനെ കച്ചറുണ്ടാക്കണത്? ഇമ്മയാണോ വാപ്പയാണോ? ഓലൊന്നുമില്ല, പിന്നെ ഞാൻ തന്നെ. അല്ല, ഇപ്പൊ സമാധാനമായിട്ട് ഉറങ്ങിട്ട് കുറച്ച് ദിവസമായി. നിന്റെ കല്യാണക്കാര്യം പറഞ്ഞാണ്ടേ ഇമ്മാക്കും പാപ്പാക്കും സമാധാനം കൊടുക്കണില്ല ഉറങ്ങാൻ. അതാ പറഞ്ഞേ. അപ്പൊ എനിക്കെന്നെ കെട്ട അത്രയ്ക്ക് ഇഷ്ടമാണില്ലേ ആമിന? ഇങ്ങനെയൊന്നല്ല, ആരെങ്കിലും ഒന്ന് കെട്ടി പണ്ടാറക്കിയാ മതി. അങ്ങനെയില്ല, നിങ്ങൾ തന്നെ കെട്ടണം. പിന്നെ ഈ പെരുന്നാക്കങ്ങളിൽ ഒന്ന് കെട്ടുവോ? ഞാൻ എന്നെ കെട്ടു ആമിന. എന്നാ മതി. പെരുന്നാളിന് എല്ലാരും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുമ്പോ എനിക്ക് വന്ന് കയറിയത് ഇതാണല്ലോ പഠിച്ചോനെ. പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈകിരിയിൽ പങ്കുതങ്കുള്ളോളെ